ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തെ ഇത് ചെറിയൊരു ലഡുവിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മുടെ അവലും പഴവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. അവലും പഴമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ്. അതുപോലെ തന്നെ ശർക്കരയും ഏലക്കപ്പൊടിയും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഒരു തട്ടിക്കൂട്ട് പലഹാരം തന്നെയാണ്. അപ്പോൾ കുട്ടീസിനൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കൂടെ തന്നെ വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ലഡു തയ്യാറാക്കാൻ ആദ്യം തന്നെ അവലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ 1 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വെളുത്ത അവലല്ല ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മുടെ ചുമന്ന അവലുണ്ടല്ലോ, തീരെ കനം കുറഞ്ഞ നൈസായിട്ടുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് അവലെടുക്കുകയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് നിറയെ അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ തന്നെ ഇതിങ്ങ് ചൂടാക്കിയെടുക്കാം നമുക്ക്. കണ്ടു, അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ചൂട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് നോക്കുമ്പോൾ തന്നെ ഇങ്ങ് പൊടിഞ്ഞു വരാവുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ തണുപ്പൊക്കെ ഒന്ന് മാറി നല്ലപോലെ ചൂടായിട്ട് കയ്യിലെടുത്ത് ഇതേപോലെ ഇങ്ങ് നോക്കുമ്പോൾ ഒടിഞ്ഞൊടിഞ്ഞ് വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഈ സമയത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായി ഇതേപോലൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കുകയും കൂടി വേണം നമ്മുടെ അവൽ. അപ്പോൾ ഞാൻ അതേ പാത്രത്തിലേക്ക് തന്നെ ശർക്കരയൊന്ന് ഉരുക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതേപോലെ 3 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തീരെ ചെറിയ ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വലിപ്പമുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാത്രം എടുത്താൽ മതിയാവും. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് തിളച്ച് ശർക്കര ഒറ്റനൂൽ കമ്പി പരുവൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിനൊന്നും ആവരുത് കേട്ടോ. ഇങ്ങനെ നല്ലപോലെ തിളച്ച് ഒന്ന് അലന്ന് വന്നാൽ മാത്രം മതിയാവും. അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ഒരു അരിപ്പയിലൂടെ ഇങ്ങ് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ ശർക്കര ഒരുപാടങ്ങ് ഉരുകിപ്പോയി കഴിഞ്ഞാൽ ലഡുവിന് ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ശർക്കര ഒരുപാടങ്ങ് തിളപ്പിച്ച് ശരിക്കും കുറുക്കിയൊന്നും എടുക്കരുത്. നല്ലപോലെ തന്നെ തിളച്ച് ശർക്കര നന്നായിട്ടൊന്ന് അലന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനെ ഒരു അരിപ്പയിലൂടെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കണം. അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ നമ്മുടെ അവലും ആ സമയത്ത് ചൂടാറി വന്നിട്ടുണ്ട്. മിക്സിയുടെ നന്നായിട്ട് ഉണങ്ങിയ ജാറിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. അതിനകത്തേക്ക് ചേർത്ത് നല്ല പോലെ തന്നെ ഈ അവൽ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക്. കണ്ടത് അവലൊക്കെ ആണെങ്കിൽ നല്ല പോലെ തന്നെ ശരിക്കും ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ ഒരു ഏത്തപ്പഴമായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നന്നായിട്ട് പഴുത്ത പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പഴം അത്രയ്ക്ക് നന്നായിട്ട് പഴുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ഈ പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നെയ്യിൽ പതുക്കെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് തീരെ പൊടിയായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുത്ത് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഇപ്പോൾ അത്രയും ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരുപാട് കൂടി പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലഡു കഴിക്കാൻ നേരത്ത് ഒരുപാട് നെയ്യായി പോവും. അപ്പോൾ അത്രയ്ക്ക് ചേർത്ത് കൊടുക്കേണ്ട. ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുത്ത് അത് മാത്രം മതി. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും കൂടി അങ്ങ് ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് കാഷ്നട്ടും മുന്തിരിയൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ നെയ്യിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ഇപ്പോൾ പഴമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നെയ്യ് കിടന്നുകൊണ്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട. 1 കപ്പ് അവലെടുക്കുമ്പോൾ ഇതേപോലെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് അത്രമാത്രം മതി. അപ്പോൾ ഈ പഴത്തിൻ്റെ നെയ്യുടെ കൂടെ കിടന്നുകൊണ്ട് ആ തേങ്ങ നല്ല പോലെ തന്നെ ഒന്ന് റെഡിയായിട്ട് വരട്ടെ. ഉണ്ടോ, നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി പഴത്തിൻ്റെ നെയ്യിൻ്റെ കൂടെ കിടന്നുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായിട്ട് ശരിക്കും ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവൽ പൊടിച്ചതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഈ സമയം തന്നെ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അവൽ പൊടിച്ചതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശർക്കര പാനി റെഡിയാക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഉരുക്കി നന്നായിട്ട് കട്ടിയായി പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലഡുവും നന്നായിട്ട് കട്ടിയായി പോകും. മാത്രമല്ല ഒട്ടും തന്നെ കഴിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലും വരും കേട്ടോ.
അതുകൊണ്ട് നിങ്ങൾ റെഡിയാക്കി എടുക്കാൻ നേരത്തെ ശർക്കര പാനി നന്നായിട്ടൊന്ന് തിളച്ച് ആ ശർക്കരയുടെ ആ ഒരു കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് അലന്ന് വന്നാൽ മാത്രം മതിയാവും. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ ആണെങ്കിലും നല്ല പോലെ തന്നെ ഒന്ന് സെറ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കേട്ടോ, ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. പാനിൽ നിന്നാണെങ്കിലും നല്ല പോലെ ഇങ്ങ് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഇരുന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. ആ വലിയ തീ ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പാക്കി ഇങ്ങ് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം നന്നായിട്ടത് ചൂടൊക്കെ നാറി വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യും കൂടി ഞാനൊന്ന് പറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസായിട്ട് എടുത്താൽ ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്കിങ്ങ് റെഡിയാക്കി എടുക്കാം. നമ്മളിങ്ങനെ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ പറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടല്ലോ, ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അവൽ ലഡുവിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നാൽ പഴവും അതേപോലെ തന്നെ ഏലക്കപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണ്. നമ്മൾ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്, പഞ്ചസാരയൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. അപ്പോൾ നമ്മൾ റെഡിയാക്കാൻ നേരത്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ നേരത്ത് ഒരുപാട് അങ്ങ് തണുത്ത് പോകരുത്, എന്നാൽ നല്ല ചൂടോടെയും ആവരുത്. വലിയ തീ ചൂടൊന്നും മാറിയിട്ട് കയ്യിലെടുത്ത് പിടിക്കാവുന്ന ആ ഒരു ചൂടിൽ തന്നെ ഇതേപോലെ അങ്ങ് ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ അവലുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 10 എണ്ണം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് അവലിൽ നിന്നും അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏത്തപ്പഴത്തിൽ നിന്നും 10 ലഡു വരെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കേട്ടോ, ഇത്ര എളുപ്പത്തിൽ നല്ല സ്വീറ്റായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ഹെൽത്തി റെസിപ്പി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരുപാട് നല്ല ഹെൽത്തി റെസിപ്പീസ് വേറെയും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായത് വിശ്വസിക്കുന്നു. നമുക്കിതുപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.